ഇന്നാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുമായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ ആയിട്ട് ഞാൻ ഒരു വർഷം ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വർഷം കേടുകൂടാതെ സൂക്ഷിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ആ സാധനങ്ങളോട് ഒന്ന് കാണിച്ചു തരാം. ചിലപ്പം പുറത്തേക്കൊക്കെ പോകുന്നവർക്ക് ചിലപ്പം ഉപകാരമായിരിക്കും, ചിലപ്പം ഈ സാധനങ്ങളൊക്കെ എല്ലാവരും കൊണ്ടുപോകുന്നത് തന്നെ ആയിരിക്കാം. എന്തായാലും ഒന്ന് കാണിച്ചു തരാം. ആഴ്ച മുമ്പ് വരെ എനിക്ക് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കൊടുക്കുന്ന തേങ്ങയെ പറ്റി കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, അഴുക്കാവത്തില്ലെന്നൊക്കെ. എങ്ങനെ കൊണ്ടുവരുന്നെന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പം എടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും അറിയാത്തവർക്കായിട്ടൊന്ന് പറയാം. നമ്മൾ നാട്ടിൽ നിന്ന് തേങ്ങ ചിരകിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ, നമ്മുടെ പാക്കിംഗ് കവർ ഉണ്ടല്ലോ, അതിലേക്ക് ആക്കിയതിന് ശേഷം അന്നേരം തന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ആക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരുന്നതിന് ഒരു എപ്പോഴാണോ നമ്മൾ പാക്ക് ചെയ്യുന്നത്, എനിക്കൊന്നൊരു 5-6 മണിക്കൂറൊക്കെ ഈസി ആയിട്ട് ഇരിക്കും. അപ്പം ഞാൻ പോരുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പാണ്, 2-3 മണിക്കൂർ മുമ്പേ ഞാൻ എടുത്തു വെക്കുന്നത് ഒന്നുകിൽ നമുക്ക് തെർമോക്കോളിൽ കൊണ്ടുവരാൻ തണുപ്പുള്ള സാധനങ്ങളൊക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് നിൽക്കുന്ന കവർ ഇവിടെ ലുലുവിലും നെസ്റ്റോയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിലാണ് ഞാൻ ഇപ്പോൾ ഞാനിപ്പം ഈ 3 മാസം മുമ്പ് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞാൻ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ആ തേങ്ങ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് തിന്നത് 3 മാസത്തേക്കുള്ള ഞാൻ ഉപയോഗിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും സ്പെഷ്യൽ പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു തേങ്ങ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണല്ലോ എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഒരു ബോക്സ് തേങ്ങ ഇവിടുന്ന് വാങ്ങിയിട്ട് വരും. ബാക്കി നമ്മുടെ കറികളിലെല്ലാം തന്നെ ഈ ഒരു തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. 3 മാസത്തിൽ കൂടുതൽ ഇരിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് തേങ്ങയ്ക്ക് ഭയങ്കര ചിലവായതുകൊണ്ട് എനിക്ക് 3 മാസം വരെ ഇരുന്നു, അത് തീർന്നു. ഇനിയിപ്പം മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട് അടുത്ത തേങ്ങ. അത് ഞാനിപ്പോൾ 3 മാസം ഞാൻ നാട്ടിൽ പോകുന്നിടം വരെ ചിലപ്പം ഉപയോഗിച്ച് തീർക്കും. അങ്ങനെയാണ് ഞാനിപ്പം തേങ്ങ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഫ്രീസറിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമേ. ഇതാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ള ഒരു പ്രാവശ്യം ചക്ക പായസം ഉണ്ടാക്കിയപ്പം ഇത് ചക്കയാണ്. ചക്ക വരട്ടി ഇങ്ങനെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറിനകത്താക്കി, ഇതെനിക്ക് തോന്നുന്നു 2 വർഷത്തോളമായി കേട്ടോ ഇത് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ പോയപ്പം ചക്ക കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പോൾ ഇത് അത്രയും ചക്ക ഉണ്ട്. ഇത് ഞാൻ ചക്കയപ്പം ഉണ്ടാക്കാനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇത് ശർക്കരയും ചക്ക പൾപ്പും കൂടി ചേർത്ത് വരട്ടി വെക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത്. ഇത് ചക്ക ഹൽവയാണ്. ഇതും എൻ്റെ മമ്മി ഉണ്ടാക്കിയിട്ട് കണ്ടോ കൊടുത്തു വിട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കുന്നതാണ് കാണുന്നത്. ഇതും ഏകദേശം 1 വർഷത്തിന് മേലെയായ ചക്ക കേട്ടോ. കണ്ടോ ഹൽവയായിട്ട് ഇപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഹൽവയായിട്ട് ഉണ്ടാക്കിയത്, മറ്റേത് ചക്ക വെറുതെ വരട്ടിയെടുത്താണ്. അതാണ് ചക്കയപ്പം ഉണ്ടാക്കാനും, ഇതാണെങ്കിൽ ഹൽവയായിട്ട് കഴിക്കാനും. അടുത്തത് ഞാൻ കൊണ്ടുവരുന്ന സാധനമാണ് നെയ്യ്. ഇതും എൻ്റെ മമ്മി പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി, രണ്ടുപേരും എൻ്റെ മമ്മിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അവർ രണ്ടുപേരും കൂടെ അവർ വാങ്ങിക്കുന്ന പാലിൽ നിന്നും ഒഴിച്ചിട്ട് അതിൽ നിന്ന് നെയ്യാക്കി എടുത്ത് തരുന്നതാണ്. അപ്പം കൂടുതലും എൻ്റെ മദറിംഗ് ലോ ആണ് ഇത് എനിക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കുന്നത്. പിന്നെ എൻ്റെ മമ്മിയാണെങ്കിൽ വേറെ 2 മക്കളുണ്ടല്ലോ, അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ചെല്ലുമ്പം എനിക്കും തരാറുണ്ട്. അപ്പം കുറേ കൊണ്ടുവന്നായിരുന്നു. എനിക്കൊന്ന് 2 ബോട്ടിൽ തീർന്നിപ്പോൾ. ഇവിടെ നെയ്ക്ക് ഭയങ്കര ചിലവെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനാണെങ്കിൽ അവർ നോർത്ത് ഇന്ത്യൻസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിയിൽ ഒഴിച്ച് കഴിക്കാനും പറാട്ട ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ നെയ്യ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് അങ്ങനെ. അപ്പം ഈ ഒരു 2 ബോട്ടിലാണ് എനിക്കിത്. ബാക്കി ഞാൻ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത സാധനമാണ് ഈ ചിക്കൻ മസാലകൾ. ചിക്കൻ മസാല എനിക്ക് നല്ല ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ചിക്കൻ മസാലയും പിന്നെ സാമ്പാർ മസാലയും കൊണ്ടുവന്ന് സ്റ്റോർ. ഇതൊക്കെ ഇവിടെ കിട്ടത്തില്ലേ എന്ന് ചോദിക്കായിരിക്കും ചിലരൊക്കെ. എല്ലാ സാധനവും കിട്ടും, കാശ് കൊടുത്താൽ എല്ലാം കിട്ടും. പക്ഷെ നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ലഗേജിൽ ഉണ്ടായിരിക്കുമല്ലോ സാധനങ്ങൾ കൊണ്ടുവരാനുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം അത് ഉപയോഗപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങളിൽ ഏറ്റവും മെയിനായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ പലതരത്തിലുള്ള അച്ചാറുകളാണ്. ഇതിന് 1 വർഷം പഴക്കമുള്ളതുണ്ട്, അതിന് മുന്നേ പഴക്കമുള്ളതുണ്ട്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നതുണ്ട്. അപ്പോൾ എന്തൊക്കെ അച്ചാറാണെന്ന് ഞാൻ കാണിക്കാമേ. അപ്പോൾ ആദ്യത്തെ അച്ചാറെന്ന് പറയുന്നത് ലൗലോലിക്ക അച്ചാറാണ്. ഇനി ലൗലോലിക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇത് ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുവന്ന അച്ചാറാണ്. ഇത് അച്ചാറിൻ്റെ എക്സ്പേർട്ട് എന്ന് പറയുന്നത് എൻ്റെ മദറിംഗ് ലോ ആണ്. അപ്പോൾ മമ്മിയാണ് അച്ചാറുകളെല്ലാം ഇട്ട് തരുന്നത്. അപ്പോൾ ഇത് അധികം ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇത്ര ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കിയായിട്ടുള്ള അച്ചാറാണ്. ഇതുവരെ ഞാനിത് അധികം ഉപയോഗിച്ചിട്ടില്ല. ഇത് ഇരുന്നോളും കേടാവാതെ, അതുകൊണ്ട് നമുക്ക് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. അടുത്ത അച്ചാറാണ് ഈ കാണുന്നത്. ഇത് നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഇത് മമ്മി ഇട്ടതാണ്. ഇതെൻ്റെ ചേച്ചിയുടെ വീട്ടിലെ നാരങ്ങ മമ്മി ഇട്ട് തന്നാണ്. ഞാൻ പറഞ്ഞ മമ്മിയാണ് എക്സ്പേർട്ട്. ഞാൻ അച്ചാർ ഇടാറില്ല, മമ്മിയാണ് കൂടുതലും ഇടാറ്. അങ്ങനെ നാരങ്ങ അച്ചാർ ഇവിടെ ബിരിയാണിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി അച്ചാറാണ്. ഇത് ഞാൻ ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് കൂടുതലും എടുക്കുക. അപ്പോൾ അടുത്ത അച്ചാറാണ് നോർത്ത് ഇന്ത്യൻ അച്ചാർ, നോർത്ത് ഇന്ത്യൻ മാംഗോ പിക്കിൾ. ഇതാണ് നോർത്ത് ഇന്ത്യൻ മാംഗോ പിക്കിൾ. ഇത് 2 വർഷമായിട്ടുള്ള അച്ചാറാണ്. ഇത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഞങ്ങൾ വല്ല ആലു പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മേക്കിങ്ങേ നമ്മുടെ കേരള രീതിയിലേ അല്ല, വേറൊരു രീതിയിലാണ്. ഉലുവ ഒക്കെ ചതച്ചിട്ട്, അങ്ങനെ കടുവൊക്കെ ചതച്ചിട്ട്, അങ്ങനെ വേറൊരു രീതിയിലുള്ള മേക്കിംഗ് ഇതിൻ്റെ. അപ്പം അങ്ങനെ അത് ഏകദേശം ഇത്ര ആയിട്ടുണ്ട്, നിറച്ചുണ്ടായിരുന്നു, തീരാറായി. ഇത് ഞാൻ പറഞ്ഞില്ല 1 വർഷത്തിന് മേലെ ആയിട്ടുള്ള അച്ചാറാണ്. അടുത്തതാണ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം. ഇത് ഒരുപക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കാം, നമ്മുടെ
മാങ്കോ, അതായത് മാങ്ങ ഉപ്പിലിട്ടത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ചമ്മന്തിക്ക് ഉപയോഗിക്കും. പിന്നെ ഇത് കറി വെക്കാൻ, തേങ്ങ അരച്ച് കറി വെക്കാൻ ഉപയോഗിക്കും. പിന്നെ ചിലർ കാന്താരിയും ഇതെല്ലാം കൂടെ ഞെരടിയിട്ട് ചോറിന് കൂട്ടാനൊന്നും ഇല്ലാത്തപ്പോൾ അങ്ങനെ ഉപയോഗിക്കും. പിന്നെ വെറുതെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു മാങ്കോ പിന്നെ കുറേ പേർക്ക് കൊടുത്തിട്ടുള്ള ബാക്കിയാണ്. ഞാൻ എന്ത് സാധനം കൊണ്ടുവന്നാലും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. അപ്പം അങ്ങനെ മാങ്കോ കണ്ടോ, അടിപൊളി മാങ്കോ അങ്ങനെ ഇരിപ്പുണ്ട്. ആണെങ്കിൽ ഈ മാങ്കോയുടെ വെള്ളം ഞാൻ എടുത്ത് കുടിക്കും. കാന്താരി ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് വെറുതെ മാങ്ങ കഴിക്കാൻ അടിപൊളിയാണ്. പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ മറന്നുപോയി ഈ സാധനം ഫ്രിഡ്ജിലുണ്ടെന്നുള്ളത്. ചിലപ്പോൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ ഫ്രീസറിലും ഫ്രിഡ്ജിലും ഒക്കെ ആയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഓക്കെ, ബൈ. ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്